നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ സാന്ദ്ര തോമസും ഷീല കുര്യനും രംഗത്തെത്തിയ ഒരു വാർത്തയാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത്. സ്ത്രീ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധികളും പരിഹാരങ്ങളും ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം പ്രഹസനമാണ് എന്നിരുവരും ആരോപിച്ചു. നിലവിലെ ഭാരവാഹികളെ മാറ്റി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഇരുവരും കത്ത് നൽകി. വിവരങ്ങൾ പ്രദീപ് ജോസഫ് നൽകും. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. രണ്ടുപേരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് എന്തൊക്കെയാണ്? ഈ കത്തിൽ എന്തൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്? ഗുഡ് മോർണിംഗ്. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭിന്നതയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗം ചേർന്നിരുന്നു. പ്രത്യേകിച്ച് മലയാള ചലച്ചിത്ര ശാഖയിലെ വനിതാ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു യോഗം ചേർന്നത്. ഈ യോഗത്തിൽ സാധാരണയായി ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് സെൻസർ ചെയ്ത 2 സിനിമകളുടെയെങ്കിലും നിർമ്മാതാക്കളാണ്. എന്നാൽ ഇതുകൂടാതെ ഇനിയും സെൻസർ ചെയ്യാത്ത ഒരു സിനിമയുടെ സഹ നിർമ്മാതാവ് ഉൾപ്പെടെ പങ്കെടുത്തു. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ പങ്കെടുത്തത് എന്നാണ് സാന്ദ്ര തോമസും ഒപ്പം ഷീല കുര്യനും ചോദിക്കുന്നത്. ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ അതോ പ്രത്യേക ക്ഷണിതാവായാണോ എന്ന് ചോദിക്കുന്നു. മറ്റൊരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകുകയുണ്ടായി. ഈ കത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ ഒരു ഉത്തരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയില്ല. ആ കത്ത് ഓൾറെഡി മുഖ്യമന്ത്രിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ അനിൽ തോമസ് പറഞ്ഞത്. കത്തിലെ ഉള്ളടക്കം എന്താണ് എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല. ഇത് അറിയാൻ അംഗങ്ങൾക്ക് അവകാശമില്ല എന്ന് ഇരുവരും ചോദിക്കുന്നു. മറ്റൊരു കാര്യം, അടുത്തിടെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഒരു സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചിരുന്നു. ഈ സ്റ്റേജ് ഷോയിലേക്ക് നിർമ്മാതാക്കളുടെ സംഘടനയിലെ പല അംഗങ്ങൾക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അമ്മ സംഘടന നിർദ്ദേശിച്ച ആളുകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അമ്മ സംഘടന അനുവദിച്ച ആളുകൾക്ക് മാത്രമാണ് ഈ സ്റ്റേജ് ഷോയിൽ പ്രവേശനം അനുവദിച്ചത് എന്നാണ് ഈ വനിതകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിൽ പുറത്തുനിന്നുള്ള മറ്റൊരു സംഘടനയാണോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും ഇവർ കത്തിൽ ചോദിക്കുന്നു. ഇങ്ങനെ ആണെങ്കിൽ ജനറൽ ബോഡി യോഗം വിളിച്ചുകൂട്ടി മറ്റൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് സാന്ദ്ര തോമസും ഒപ്പം ഷീല കുര്യനും പരാതി അല്ലെങ്കിൽ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്.